പോകാം വിശദമായ വാർത്തകളിലേക്ക്. ഒന്നുകിൽ ഇറാനെ തകർക്കുമെന്നും അതല്ലെങ്കിൽ അവരുമായി ഒരു കരാറിൽ എത്തുമെന്നും ട്രംപ് പറയുന്നുണ്ട്. ഇറാൻ ഒരു കരാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർ നൽകിയ പുതിയ നിർദ്ദേശത്തിൽ താൻ തൃപ്തനല്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. യുദ്ധവിരാമം ലക്ഷ്യമിട്ട് ഇറാൻ പുതിയ നിർദ്ദേശം കൈമാറിയെങ്കിലും അമേരിക്ക ഒട്ടേറെ ഭേദഗതികൾ നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ട്. ആണവ നിലയത്തിൽ നിന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം മാറ്റരുതെന്ന് ഇറാൻ ഉറപ്പ് നൽകണമെന്നാണ് സ്റ്റീവ് വിറ്റ്കോഫ് കൈമാറിയ നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനെതിരെ യുദ്ധസന്നാഹങ്ങൾ സജീവമായി തുടരുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ളൊരു ചർച്ചാ നീക്കം വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇതിനിടെ ഇറാനിലെ 30 സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നുണ്ട് US ട്രഷറി വകുപ്പ്. ഹോർമൂസ് വഴി പോകാൻ ഇറാന് ഫീസ് നൽകുന്ന കപ്പലുകൾക്കും ഉപരോധം ഏർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പ് കൂടി ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഇറാൻ നൽകിയ നിർദ്ദേശങ്ങൾ ഏതായാലും തള്ളുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ നിർദ്ദേശിച്ച പല കാര്യങ്ങളും പാകിസ്ഥാൻ വഴിയായിരുന്നു ഇത്തരത്തിലുള്ള നിർദ്ദേശം ഇറാൻ നൽകിയത്. പക്ഷേ അത് തള്ളുന്നതായാണ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുള്ളത്. ആ പല നിർദ്ദേശങ്ങളിലും ചില ഭേദഗതികൾ വരുത്തുന്നുണ്ട്. അതും പാകിസ്ഥാനെ, അതായത് മധ്യസ്ഥ രാജ്യം എന്ന നിലയ്ക്ക്, ഇടനിലക്കാരെന്ന നിലയ്ക്ക് അത് പാകിസ്ഥാനെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളിൽ ഇറാൻ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അക്കാര്യത്തിൽ ഒരു നിലപാട് ഇറാന്റെ ഭാഗത്തുനിന്ന് വന്നാൽ മാത്രമേ ഇനി അമേരിക്ക തുടർ നടപടികൾ സ്വീകരിക്കൂ എന്നാണ് ഒരു ഭീഷണിയായും മുന്നറിയിപ്പായും ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഈ ചർച്ചാ നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള ചില ഉപരോധങ്ങളും US ട്രഷറി വകുപ്പായാലും ഏർപ്പെടുത്തുന്നത്. US ട്രഷറി വകുപ്പ് ഇറാനിലെ ചില ഉദ്യോഗസ്ഥർക്കും ചില സ്ഥാപനങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരു ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലൊക്കെ ആക്രമിക്കുകയാണെങ്കിലും ഏത് മാരകായുധമെടുത്ത ആക്രമണം തുടങ്ങിയാലും വലിയ തിരിച്ചടിയായിരിക്കും പ്രതീക്ഷിക്കേണ്ടത് എന്ന് IRGC ഇന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വലിയ രീതിയിൽ ഹോർമൂസിലെ പ്രതിസന്ധി ലോകരാജ്യങ്ങളെ ആകെ ബാധിക്കുന്നു, ഇന്ത്യയെ ബാധിക്കുന്നു. ഇന്ത്യ ഇന്ന് വാണിജ്യ സിലിണ്ടറുകൾക്ക് വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പല തെരഞ്ഞെടുപ്പുകൾ നടക്കുകയായിരുന്നു. ആ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ നടന്നതിൻ്റെ ഭാഗമായി ശേഷം ഇപ്പോഴിതാ ഇന്ത്യയിൽ വലിയ രീതിയിൽ ഈ ഹോർമൂസ് എങ്ങനെ ബാധിക്കുന്നു, പശ്ചിമേഷ്യൻ യുദ്ധം എങ്ങനെ ബാധിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവായി ഇന്ന് വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വില ഒറ്റയടിക്ക് കൂട്ടിയിരിക്കുന്നത് 993 രൂപയാണ്. അപ്പോൾ ആ രീതിയിലാണ് യുദ്ധം ഇന്ത്യയെ ബാധിക്കുന്നത്. അപ്പോൾ പശ്ചിമേഷ്യയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിഞ്ഞു വരാം. MCA നാസർ തത്സമയം വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. നാസർ, ഞാൻ പറഞ്ഞു വയ്ക്കുകയായിരുന്നു ഏത് രീതിയിലാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഇടപെടൽ. ഇറാൻ നൽകിയ നിർദ്ദേശങ്ങൾ അത് പൂർണ്ണമായും തള്ളുന്നുണ്ട്. പകരം ചില നിർദ്ദേശങ്ങളാണ് പാകിസ്ഥാൻ വഴി ഇറാനിലേക്ക് അയച്ചിട്ടുള്ളത്. ആ നിർദ്ദേശങ്ങൾ ഏത് രീതിയിലാണ് ഇറാൻ സ്വീകരിക്കുക എന്ന കാര്യത്തിൽ കാത്തു നിൽക്കുകയാണ് താനെന്നാണ് ഒരു മുന്നറിയിപ്പ് എന്ന നിലയ്ക്ക് ട്രംപ് നൽകുന്ന ഏറ്റവും ഒടുവിലത്തെ അറിയിപ്പല്ലേ? തീർച്ചയായിട്ടും ട്രംപ് ഏറ്റവും അവസാനം നൽകിയിരിക്കുന്ന പ്രതികരണം അതാണ്. കാരണം ഇന്ന് രാത്രി തന്നെ ഇറാൻ നേതൃത്വവുമായി പാകിസ്ഥാൻ മുഖേന സംസാരിച്ചു. ആ സംസാരത്തിന്റെ ഒരു പ്രതികരണത്തിന് വേണ്ടി താൻ കാത്തിരിക്കുകയാണ്. പക്ഷേ തനിക്ക് പ്രതീക്ഷ കുറവാണ് എന്നൊരു സൂചനയാണ് ട്രംപ് അവസാനം നടത്തിയ പ്രതികരണത്തിലും വ്യക്തമാക്കുന്നത്. കാരണം ആണവ ആയുധം സ്വന്തമാക്കുന്ന ഒരു സാഹചര്യം ഒരു നിലക്കും താൻ അനുവദിക്കുകയില്ല. ഇക്കാര്യം തന്നെയാണ് ഔദ്യോഗികമായിട്ടുള്ള വിവിധ ഭേദഗതി നിർദ്ദേശങ്ങളിലൂടെ പാകിസ്ഥാൻ മുഖേന ഇറാനെ അറിയിച്ചിരിക്കുന്നത്. ആ ഒരു ഉപാധി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു കരാറിലേക്ക് ഒന്നുകിൽ ഇറാൻ എത്തിച്ചേരുക, അതല്ലെങ്കിൽ സമ്പൂർണ്ണമായിട്ടുള്ള തകർച്ച നേരിടാൻ ഇറാൻ ഒരുങ്ങി നിൽക്കുക. ഈ 2 ഓപ്ഷൻ മാത്രമാണ് താൻ അവർക്ക് മുമ്പാകെ വെക്കുന്നത് എന്നുകൂടി ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെയാണ് അല്പം മുമ്പ് ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് മുജ്തബ കാംനയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. കാരണം ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഈ നാവിക ഉപരോധം ഉൾപ്പെടെയുള്ള തിട്ടൂരങ്ങൾ നൽകി ഇറാനെ അമർച്ച ചെയ്യാമെന്ന് ട്രംപോ അദ്ദേഹത്തിന്റെ ഭരണകൂടമോ ശ്രമിക്കേണ്ടതില്ല. അത്തരം നീക്കങ്ങളെ അതിശക്തമായിട്ട് ചെറുക്കാനുള്ള പ്രാപ്തിയും അതിനുള്ള സൈനികമായിട്ടുള്ള ശേഷിയും തങ്ങൾക്കുണ്ട് എന്നുകൂടിയാണ് ഇപ്പോൾ പരമോന്നത ആത്മീയ നേതാവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നിരിക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി നടത്തിയിരിക്കുന്ന പ്രതികരണത്തിലും ഡിപ്ലോമസി ആണെങ്കിൽ അതിനോട് പൂർണ്ണമായിട്ടും യോജിച്ച് പോകുന്ന ഒരു സമീപനം തന്നെ ഇറാൻ സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെയും പല ഘട്ടങ്ങളിലും വൻശക്തി രാജ്യങ്ങളും മധ്യസ്ഥ രാജ്യങ്ങളും ഒക്കെ ഇടപെട്ടതുകൊണ്ട് അത്തരം ഡിപ്ലോമസിയുടെ മാർഗം തന്നെയാണ് തങ്ങൾ അവലംബിച്ചത്. പക്ഷെ അത്തരം നീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഏകപക്ഷീയമായിട്ടുള്ള കടന്നാക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ആ സാധ്യതയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന ഒരു സമീപനം അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ ഡിപ്ലോമസിയെക്കുറിച്ച് പറയുമ്പോൾ അതിൽ പൂർണ്ണമായിട്ടും തങ്ങൾക്ക് വിശ്വാസ്യത ഇനിയും വന്നിട്ടില്ല. പക്ഷേ രാജ്യത്തിൻ്റെതായിട്ടുള്ള പൊതു താല്പര്യങ്ങളെ, പൊതുവായിട്ടുള്ള നിലപാടുകളെ അതിനെ അതിലംഘിച്ചുകൊണ്ടോ അതിനെ നിഷേധിച്ചുകൊണ്ടോ ഉള്ള ഒരു വിട്ടുവീഴ്ചയിലേക്ക് തങ്ങൾ വരുമെന്ന് അമേരിക്ക കരുതേണ്ടതില്ല എന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി അല്പം മുമ്പ് നൽകിയിരിക്കുന്നത്. അതായത്
രണ്ട് രാജ്യങ്ങളും അമേരിക്കയും ഇറാനും തങ്ങളുടേതായിട്ടുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ ഒരു കരാറിലേക്കോ ഒരു ചർച്ചയിലേക്കോ ഇത് എത്തിച്ചേരാനുള്ള സാധ്യത വിദൂരമായി തന്നെയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പാകിസ്ഥാൻ വലിയ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാൻ മാത്രമല്ല, ഈജിപ്ത്, തുർക്കി, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഇതേ നിലപാട് തന്നെയാണ് പങ്കുവെക്കുന്നത്. ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു യുദ്ധം എന്ത് വില കൊടുത്തിട്ടും ഒഴിവാക്കാനുള്ള തങ്ങളുടെ ശ്രമം വിജയിക്കുമെന്ന് അവരൊക്കെ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ട്രംപിന്റെ പ്രതികരണങ്ങളും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളും ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യത വളരെ പരിമിതപ്പെടുത്തുകയാണ്. അതിനിടെയാണ് കൂടുതൽ വലിയ സൈനിക മുന്നൊരുക്കങ്ങളുമായിട്ട് അമേരിക്ക മുന്നോട്ട് പോകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. US സെൻട്രൽ കമാൻഡ് തന്നെ ഇന്ന് വിമാനങ്ങളിൽ പുതുതായിട്ട് ആയുധങ്ങൾ നിറയ്ക്കുന്നതിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ സംഭരിക്കുന്നതിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ തന്നെ ഇന്ന് പുറത്തുവിട്ടിരുന്നു. അതോടൊപ്പം തന്നെ ജർമ്മനിയിൽ നിന്നും മറ്റും കൂടുതൽ പോർവിമാനങ്ങളും മറ്റും മേഖലയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ തുടരുന്നതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് വലിയ തോതിലുള്ള സൈനിക പടയൊരുക്കം അമേരിക്ക മുന്നോട്ട് നീക്കുന്നു. ഇതിനെ നേരിടാൻ ഹോർമസ് കടലിടുക്കിലും പരിസരങ്ങളിലുമായിട്ട് നാവിക സൈന്യം ഇറാന്റേത് വളരെ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ അവരും തുടരുന്നുണ്ട്. അമേരിക്കയെ പോലും ഞെട്ടിക്കുന്ന പുതിയ ആയുധങ്ങൾ തങ്ങൾ വികസിപ്പിച്ചതായിട്ടുള്ള മുന്നറിയിപ്പ് ഇന്നലെ തന്നെ IRGCയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമായിട്ടും വന്നിരുന്നു. അപ്പം ഡിപ്ലോമസി ഒരു ഭാഗത്ത് നടക്കുന്നു, അതോടൊപ്പം തന്നെ സൈനിക മുന്നൊരുക്കങ്ങൾ മറുഭാഗത്ത് തുടരുന്നു. ഇതിനിടയിൽ പെടുന്നത് ലോകത്തെ സാധാരണ മനുഷ്യരും ജനങ്ങളും അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളുമാണ്. ഇപ്പൊ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഈ ഇന്ധന ക്ഷാമം അത് രൂക്ഷമാവുന്ന ഒരു അവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നു. വലിയ തോതിൽ വിലയൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെ വിലക്കയറ്റം വലിയ തോതിൽ തന്നെ ഗണ്യമായി ഉയരുന്നതിന്റെ തിക്തമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. ആഗോള വിപണിയിലുള്ള ഈ എണ്ണവില വർധന ഇനിയും തുടരുകയാണെങ്കിൽ കൂടുതൽ രൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അത് പോകും. പക്ഷേ ഇതിനെ നേരിടാൻ അമേരിക്കയ്ക്കും ഇറാനും അല്ലെങ്കിൽ മധ്യസ്ഥ രാജ്യങ്ങൾക്കും എത്ര കണ്ട് സാധിക്കുമെന്ന ചോദ്യത്തിന് പിന്നിട്ട ദിവസങ്ങളിലൊക്കെ നടന്ന ആ ചർച്ചകളുടെ അതേ അവസ്ഥയിൽ തന്നെയാണ്, അതേ അനിശ്ചിതാവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ ഈ രാത്രിയിലും മുന്നോട്ട് പോകുന്നത്. വിനീഷ, നാസർ, ഹോർമൂസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ എന്തായാലും തയ്യാറല്ല. അതേ നിലപാടിൽ ഹോർമൂസിന്റെ സമ്പൂർണ്ണ അധികാരം, ശ്രേഷ്ഠമായ അധികാരം തങ്ങൾക്ക് തന്നെ വേണമെന്ന ഉറച്ച നിലപാടിൽ ഇറാൻ എത്തി നിൽക്കുമ്പോൾ അമേരിക്ക അതിനോട് എങ്ങനെയായിരിക്കും ഈ പുതിയ നിർദ്ദേശത്തിലൂടെ സ്റ്റീവ് വിറ്റ്കോഫ് വഴി കൈമാറിയ പുതിയ നിർദ്ദേശത്തിലൂടെ അത് മറികടക്കാൻ ഒരുങ്ങുന്നത്? നേരത്തെ സൂചിപ്പിച്ചു വെച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഈ ഇന്ധനക്ഷാമം ലോകരാജ്യങ്ങൾക്കുണ്ടാക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ വാണിജ്യ സിലിണ്ടറിന് കൂട്ടിയത് 993 രൂപയാണ്. നാട്ടിൽ ഓരോ ജില്ലകളിലും 3000-ലധികം രൂപയാണ് ഒരു സിലിണ്ടറിന് വ്യാപാരികൾ കൊടുക്കേണ്ടി വരുന്നത്, വാണിജ്യവാതക സിലിണ്ടറിന്. ഈ പാചകവാതക സിലിണ്ടറിന്റെ വില കൂട്ടുമ്പോൾ സ്വാഭാവികമായും ഹോട്ടലുകളുടെ ഭക്ഷണത്തിന്റെ വില കൂട്ടേണ്ടി വരും. ഭക്ഷണത്തിന്റെ വില കൂട്ടുമ്പോൾ സ്വാഭാവികമായും അത് കേവലം ഹോട്ടലിനെ മാത്രം ബാധിക്കുന്നതോ അല്ലെങ്കിൽ ഹോട്ടലിന്റെ ഭക്ഷണത്തെ മാത്രം ബാധിക്കുന്ന കാര്യമായി മാറില്ല. അതുമായി ബന്ധപ്പെട്ട ട്രാൻസ്പോർട്ടേഷനായാലും അതുമായി ബന്ധപ്പെട്ട കമ്മോഡിറ്റികളുടേതായാലും ഹോട്ടലുകളിലേക്ക് സാധനങ്ങൾ ഭക്ഷണ രൂപത്തിലേക്ക് ആക്കേണ്ട സാധനങ്ങളുടെ ഒക്കെ വില ആ രീതിയിൽ അതിന് ആനുപാതികമായി വർദ്ധിക്കും. അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്, ഒരു സംശയം വേണ്ട, സാധാരണക്കാരായ മനുഷ്യന്മാരെയാണ്. അന്നന്ന് ജോലിയെടുത്ത് അന്നന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാരെയാണ് അത് ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഹോർമൂസിലെ പ്രതിസന്ധി എന്ന് തീരുമെന്നൊരു ആശങ്കയിൽ തന്നെയാണ് നാട്ടിൽ നമ്മളെല്ലാവരും ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സമവായ ചർച്ചയിലേക്ക് ഏത് ഘട്ടത്തിലാണ് ഇവരെത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇറാൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ വിയോജിക്കുന്ന നിലപാടുമായി അമേരിക്ക വരുന്നു. ഇത്രയും കാലം അമേരിക്കയായിരുന്നു ആ ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്തത്. ഇറാൻ അതിനെ പിന്തള്ളുന്ന നിലപാടെടുക്കുന്നു. ഇപ്പോൾ ഇറാൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുന്നു, നിർദ്ദേശങ്ങൾ വയ്ക്കുന്നു. പക്ഷേ ആ നിർദ്ദേശങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് അമേരിക്ക ഒരു നിലപാടെടുത്താൽ ഹോർമൂസിലെ പ്രതിസന്ധി എന്ന് തീരും? വിനീഷ്, ഇതിന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ വിലയൊടുക്കേണ്ടി വരുന്നത് സാധാരണ മനുഷ്യരാണെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ. അത് ഇന്ത്യയിലാവട്ടെ മറ്റ് ഇറക്കുമതി രാജ്യങ്ങളിലാവട്ടെ. ഇതിനിടയിൽ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്നത് ആയുധ കമ്പനികളാണ്. ഇപ്പോൾ നമുക്ക് തന്നെ ഇന്ന് ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ട് പ്രകാരം ട്രംപിന്റെ മക്കളും മരുമക്കളും ഒക്കെ ഉൾപ്പെടുന്ന കമ്പനിക്കാണ് ഇപ്പോൾ പുതുതായിട്ട് പെന്റഗണിന് ഡ്രോൺ കൈമാറാനുള്ള അധികാരം കൊടുത്തത് എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ യുദ്ധവും ഈ സംഘർഷങ്ങളും ഒക്കെ ട്രംപിനും അല്ലെങ്കിൽ അതേപോലുള്ള ആയുധ കമ്പനികൾക്ക്
ഇതേപോലുള്ള കോടീശ്വരന്മാർക്ക്, വലിയ സാമ്പത്തിക പ്രഭുക്കൾക്ക്, പിന്നെ വൻകിട കമ്പനികൾക്ക്, എണ്ണ കമ്പനികൾ പോലും, കാരണം ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് $65 ബാരലിന് എണ്ണവില. അതാണിപ്പോൾ 110 അതിന് മുകളിലേക്കൊക്കെ ബാരലിന് കടന്നിരിക്കുന്നത്. അതിന്റെ ലാഭവും വലിയ തോതിൽ തന്നെ കൈയടക്കുന്നത് ഈ എണ്ണ കമ്പനികളും അതോടൊപ്പം തന്നെ അവരുമായി ചേർന്ന് നിൽക്കുന്ന സ്ഥാപനങ്ങളും മറ്റുമാണ്. ഇതിന്റെ ഒക്കെയും തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള അസംഘടിതരായിട്ടുള്ള പ്രയാസപ്പെടുന്ന മനുഷ്യരാണ്. കാരണം അവർക്ക് ഈ വർദ്ധിച്ച ഇന്ധന വില എത്ര കൂടിയാലും അത് വാങ്ങുകയല്ലാതെ മറ്റൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥ വരുന്നുണ്ട്. വിലക്കയറ്റം അതിന്റെ പാരമ്യത്തിലേക്ക് പോവുകയാണ്. രാസവളങ്ങൾ ലഭ്യമല്ലാത്തത് കൊണ്ട് പിന്നെ ഏറ്റവും വലിയ ഭക്ഷ്യക്ഷാമത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന മുന്നറിയിപ്പ് പിന്നെ UN ഏജൻസികൾ പോലും നൽകുന്ന ഒരു സാഹചര്യം. ഇതൊക്കെയാണ് ഇതിന്റെ അടിസ്ഥാന യാഥാർത്ഥ്യം എന്നത്. അത് എല്ലാ സംഘർഷവേളയിലും എല്ലാ യുദ്ധവേളയിലും ഇതിന്റെ ലാഭം കൊയ്യുന്നവർക്ക് ഇതൊന്നും ഇത് മികച്ചൊരു അവസരമായി മാറുകയും ഇതിന്റെ ഇരകളാക്കപ്പെടുന്ന മനുഷ്യർക്ക്, രാജ്യങ്ങൾക്ക് അതിന്റെ ഏറ്റവും വലിയ കെടുതികളിലേക്ക് ആ രാജ്യങ്ങളും മനുഷ്യരും മാറിപ്പോകുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ. ഇവിടെ ഇപ്പോൾ ഓർമസിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ ഓർമസിന്റെ എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കാൻ തങ്ങൾ തയ്യാറാണ്, നാവിക ഉപരോധം പിൻവലിക്കുകയാണെങ്കിൽ എന്നൊരു നിർദ്ദേശം നേരത്തെ ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നത്. അത് പൂർണ്ണമായിട്ടും അമേരിക്ക തള്ളിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ ആണവ വിഷയം തന്നെയാണ് തങ്ങളുടെ പ്രധാന അജണ്ട. അതുകൊണ്ട് ആ വിഷയത്തിലുള്ള ഒരു കരാറിലല്ലാതെ ഇറാനെ ഒരു നിലക്കും പിന്നെ പിറകോട്ട് പോകാൻ അനുവദിക്കുകയില്ല എന്നുകൂടിയാണ് ഇന്നും ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായിട്ട് നിർത്തിവെക്കണം എന്നത് മാത്രമല്ല, ഇപ്പോൾ പിന്നെ സമ്പുഷ്ടീകരിച്ച 450 കിലോഗ്രാം തൂക്കമുള്ള യുറേനിയം ഇറാന്റെ പക്കലുണ്ട്. അത് ഒന്നുകിൽ പൂർണ്ണമായിട്ട് തങ്ങൾക്ക് കൈമാറേണ്ടതുണ്ട്, അതല്ലെങ്കിൽ അതിൽ പിന്നെ ഒരു നിലയ്ക്കും അത് മാറ്റം വരുത്തുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് രേഖാമൂലം ഉറപ്പ് നൽകണം എന്നതാണ് ഏറ്റവും അവസാനം പിന്നെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് പാകിസ്ഥാൻ മുഖേന ഇറാനെ അറിയിച്ചതെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം എന്നത് ആണവ വിഷയത്തിൽ മാത്രം ഈ ചർച്ച പരിമിതപ്പെടുത്തുക എന്നതാണ്. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ കെടുതികൾ, ഇപ്പോൾ 2000-ഓളം കപ്പലുകളാണ് ഓർമസിൽ മാത്രം കാത്തുകെട്ടി കിടക്കുന്നത്. ആ കപ്പലുകളെ എത്രയും പെട്ടെന്ന് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്താൻ അതിൽ പിന്നെ വഹിച്ചിരിക്കുന്ന സാധന സാമഗ്രികളും ഭക്ഷ്യവസ്തുക്കളും എണ്ണയും ഒക്കെ അതാത് രാജ്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള താല്പര്യമല്ല, അതിലപ്പുറം തങ്ങളുടേതായിട്ടുള്ള ഒരു അജണ്ട നടപ്പാക്കാൻ, ഇസ്രായേലിന് ഒരു നിലക്കും ഭീഷണിയാകാത്ത വിധം ഇറാനെ മാറ്റി തീർക്കാനുള്ള വലിയ ഒരു താല്പര്യമാണ് അമേരിക്ക യുദ്ധത്തിലൂടെ പ്രകടിപ്പിക്കുന്നത്. അത് ഡെമോക്രാറ്റുകൾ മാത്രമല്ല, ലോകത്തെ പല രാജ്യങ്ങളും അത് തിരിച്ചറിയുകയും അവരൊക്കെയും ഒരുപോലെ ആവശ്യപ്പെടുന്നത് ഈ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ്. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ അർത്ഥത്തിലുള്ള ഒരു യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള സമീപനത്തിലേക്ക് അമേരിക്കൻ ഭരണകൂടം ഇനിയും എത്തിച്ചേർന്നിട്ടില്ല എന്നതാണ് ഈ സങ്കടകരമായിട്ടുള്ള അവസ്ഥയായിട്ട് മാറുന്നത്. ശരി, നാസർ MC നാസറാണ് വിശദമായ റിപ്പോർട്ട് പങ്കുവച്ചത്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ നിരുപാധികമായി തുറന്നു കൊടുക്കണമെന്ന ആവശ്യവുമായി UAE ഐക്യരാഷ്ട്രസഭയിലെത്തി. സമുദ്രപാതയുടെ സുരക്ഷ സംബന്ധിച്ച് UN രക്ഷാസമിതി സംഘടിപ്പിച്ച ഉന്നതതല സംവാദത്തിലാണ് UAE ഈ ആവശ്യം ഉന്നയിച്ചത്. അന്താരാഷ്ട്ര സമുദ്ര സഞ്ചാരത്തെ നിയമവിരുദ്ധമായി തടസ്സപ്പെടുത്തിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇറാനാണെന്ന് UAE സഹമന്ത്രി ഖലീഫ ബിൻ ഷഹീൻ അൽ മാരാർ പറഞ്ഞു. ഹോർമുസിന്റെ നിയന്ത്രണം ഇറാന് വിട്ടുനൽകാനുള്ള കടൽ മാർഗവുമുള്ള ഗതാഗതത്തിന് ഇത് അപകടമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുകയോ നാവിഗേഷൻ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന നീക്കങ്ങളെ കുവൈത്ത് ശക്തമായി നിരാകരിച്ച ഐക്യരാഷ്ട്രസഭയിൽ കുവൈത്തിന്റെ സ്ഥിരം പ്രതിനിധിയാണ് നിലപാട് വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര കടലിടുക്കുകൾ ആഗോള വ്യാപാരത്തിന്റെ പ്രധാന ധമനികളാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരം നീക്കങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും ഊർജ്ജ വിതരണത്തിനും ഗുരുതര ഭീഷണിയാണെന്ന് മുന്നറിയിപ്പ് നൽകി. എണ്ണ, വാതകം, ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയ പ്രധാന ചരക്കുകളാണ് ഈ ജലപാതയിലൂടെ കടന്നുപോകുന്നത്. സമുദ്രപാതകളെ രാഷ്ട്രീയ സമ്മർദ്ദത്തിനുള്ള ഉപകരണമാക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാവിഗേഷൻ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഏകോപിതമായി ഇടപെടണമെന്ന് കുവൈത്ത് ആവശ്യപ്പെട്ടു. ഭീകരവാദത്തിനെതിരായ ഐക്യരാഷ്ട്രസഭയുടെ ശ്രമങ്ങൾക്ക് പിന്തുണയുമായി സൗദി അറേബ്യ. അംബാസഡർ തല യോഗത്തിലാണ് സൗദിയുടെ പ്രഖ്യാപനം. അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കുമായാണ് ലക്ഷ്യം. അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും നേരിട്ടുള്ള ഭീഷണിയായ ഭീകരവാദത്തെ തുരത്താനുള്ള ഐക്യരാഷ്ട്രസഭയുടെ ശ്രമങ്ങൾക്കാണ് രാജ്യത്തിന്റെ പിന്തുണ. അന്താരാഷ്ട്ര അംബാസഡർ തല യോഗത്തിലാണ് പ്രഖ്യാപനം. സൗദിയുടെ സ്ഥിരം പ്രതിനിധി ഡോക്ടർ അബ്ദുൽ അസീസ് അൽ വാസിലാണ് നിലപാട് വ്യക്തമാക്കിയത്. 2011 UN കൗണ്ടർ ടെററിസം സെന്റർ സ്ഥാപിതമായതു മുതൽ സ്ഥാപകദാതാവായും അഡ്വൈസറി ബോർഡ് ചെയർമാനായും രാജ്യം നൽകി വരുന്ന പിന്തുണ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭീകരവാദ ഗ്രൂപ്പുകൾ റിക്രൂട്ട്മെന്റിനും പണം സമ്പാദിക്കുന്നതിനും AI പോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇത്തരം പുതിയ ഭീഷണികളെ നേരിടാൻ കൂടുതൽ ജാഗ്രത ആവശ്യമാണ്. ലോകത്ത് ഭീകരവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച മേഖല ആഫ്രിക്കയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
രാജ്യങ്ങളുടെ താൽപര്യങ്ങൾ കണക്കിലെടുത്ത് ഏകോപിതമായ പ്രതികരണം ഭീകരവാദത്തിനെതിരെ ഉണ്ടാകണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ഒമാനും UAE-ക്കുമിടയിലുള്ള വിമാന സർവീസുകൾ പഴയപടിയാകുന്നു. എമിറേറ്റ് മസ്കത്തിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിച്ചു. മെയ് 15 വരെ എമിറേറ്റ്സ് മസ്കത്തിലേക്ക് ആഴ്ചയിൽ 5 സർവീസുകൾ നടത്തും. കൂടാതെ EK 868 എന്ന വിമാനത്തിൽ ആഴ്ചയിൽ 2-ലധികം സർവീസുകൾ ഉണ്ടാകും. മെയ് 16 മുതൽ ഈ റൂട്ടിൽ പ്രതിദിന സർവീസുകൾ പുനരാരംഭിക്കും. ഫ്ലൈ ദുബായ് നിലവിൽ പ്രതിദിന സർവീസുകൾ നടത്തുന്നുണ്ട്. ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ ഏപ്രിൽ 18 മുതൽ ദുബായ് സർവീസുകൾ പുനരാരംഭിച്ചിരുന്നു. സലാം എയർ ഏപ്രിൽ 20 മുതൽ ഷാർജയിലേക്കുള്ള സർവീസുകളും പുനരാരംഭിച്ചു. ഗൾഫ് നാടുകളിൽ സംഘർഷത്തിന്റെ ആശങ്കകൾ ഒഴിയുമ്പോൾ കാർഗോ സർവീസ് ഉൾപ്പെടെയുള്ള മേഖലകൾ സജീവമാകുന്നു. വേനലവധിയും ബലിപെരുന്നാളും പ്രമാണിച്ച് നാട്ടിലേക്ക് സാധനങ്ങൾ അയക്കുന്ന പ്രവാസികളുടെ എണ്ണവും വർദ്ധിച്ചു. തിരക്ക് കണക്കിലെടുത്ത് ഉപഭോക്താക്കൾക്ക് പ്രത്യേക സജ്ജീകരണങ്ങളും സേവനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് GCCയിലെ പ്രമുഖ കാർഗോ കമ്പനിയായ ABC കാർഗോ അറിയിച്ചു. ഗൾഫ് നാടുകളിലെ വേനലവധിയും ബലിപെരുന്നാളും പ്രമാണിച്ച് നാട്ടിലേക്കുള്ള യാത്രകളും വർദ്ധിച്ചതിനൊപ്പമാണ് ആഘോഷങ്ങൾക്ക് മുന്നോടിയായി നാട്ടിലെ പ്രിയപ്പെട്ടവർക്ക് സാധനങ്ങൾ അയക്കുന്നവരുടെ തിരക്ക് കൂടി വർദ്ധിച്ചത്. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങൾക്കിടയിലും പ്രതിസന്ധികളെ മറികടന്ന് ബലിപെരുന്നാൾ നാട്ടിൽ കെങ്കേമമാക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രവാസികൾ. കാർഗോ കേന്ദ്രങ്ങളിൽ അനുഭവപ്പെടുന്ന തിരക്ക് ഇതിന്റെ സൂചനയാണെന്ന് ABC കാർഗോ GCC കൺട്രീസ് റീജിയണൽ മാനേജർ നിഷാദ് മുഹമ്മദ് പറഞ്ഞു. ഇപ്രാവശ്യത്തെ പെരുന്നാള് പലർക്കും പല അനുഭവമായിരിക്കും കൊടുക്കുക. പെരുന്നാള് വരുന്നതിന്റെ കൂടെ തന്നെ സ്കൂൾ അവധി, അതുപോലെ പല ഒക്കേഷൻസ് വരുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അതിൻ്റെ ഒരു കുറച്ച് ബാക്ക്ലോഗ്സ്. അപ്പം എല്ലാ വിഷയങ്ങളും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കസ്റ്റമറിന്റെ ഉദ്ദേശിക്കുന്ന സമയത്ത് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈദ് സീസണിനോടനുബന്ധിച്ച് ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് GCCയിലെ എല്ലാ ബ്രാഞ്ചുകളും രാത്രി വൈകിയും പ്രവർത്തന സജ്ജമാണെന്നും ഇന്ത്യയിലെ ഡെലിവറി സേവനങ്ങളും കൂടുതൽ സമയം ലഭ്യമാക്കുന്നതായും മാനേജ്മെന്റ് അറിയിച്ചു. എല്ലാ വർഷവും അങ്ങനെ ഒരു പ്രത്യേകമായ അറേഞ്ച്മെന്റിന്റെ ആവശ്യമുണ്ട്. അതാണ് ഈ വർഷം ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പം നിലവിലുള്ള കൺസ്യൂമേഴ്സ് എല്ലാം അപ് ടു ദി കസ്റ്റമേഴ്സ് റിക്വയർമെന്റ് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത് ആ ഒരു ഫ്ലോ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ആ പ്രീ പ്രിപ്പറേഷൻ്റെ ഒരു സ്ട്രെങ്ത് കൊണ്ടാണ്. ഇന്റർനാഷണൽ സേവനങ്ങളോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് സേവനങ്ങളും ഡോർ ടു ഡോർ ഡെലിവറി, ഓൺലൈൻ ബുക്കിംഗ്, എളുപ്പത്തിലുള്ള ട്രാക്കിംഗ് സംവിധാനങ്ങളും കസ്റ്റമേഴ്സിനായി ABC കാർഗോ നൽകുന്നു. മീഡിയ 1, ദുബായ്. ഖത്തറിൽ സമുദ്രഗതാഗതം പൂർണ്ണതോതിൽ പുനരാരംഭിച്ചതായി ഗതാഗത മന്ത്രാലയം അറിയിച്ചു. ചരക്ക് കപ്പലുകൾ, വിനോദ ബോട്ടുകൾ തുടങ്ങി എല്ലാ കടൽയാനങ്ങൾക്കും ശനിയാഴ്ച മുതൽ സാധാരണ നിലയിൽ സർവീസ് നടത്താം. യാത്രയ്ക്ക് മുൻപ് സുരക്ഷ ഉറപ്പാക്കണമെന്ന് അധികൃതർ ഉടമകളോടും നാവികരോടും അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് അനിശ്ചിതത്വത്തിലായ സർവീസുകളാണ് പുനരാരംഭിക്കുന്നത്. ജസീറ എയർവേസ് പൂർണ്ണതോതിൽ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നു. ഞായറാഴ്ച മുതൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ സർവീസുകൾ നടത്തുമെന്ന് എയർലൈൻ അറിയിച്ചു. കഴിഞ്ഞ ആഴ്ച ഭാഗിക സർവീസുകൾ ആരംഭിച്ചതിന് പിന്നാലെയാണ് പൂർണ്ണ പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങുന്നത്. ഇതോടെ കുവൈത്തിൽ നിന്ന് നേരിട്ട് എല്ലാ സർവീസുകളും ടെർമിനൽ 5 നിന്ന് നടത്തും. 27 ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള സർവീസുകൾ വഴി യാത്രാ സൗകര്യം കൂടുതൽ മെച്ചപ്പെടും. യാത്രക്കാർ പാർക്ക് ആൻഡ് ഫ്ലൈ സൗകര്യം ഉപയോഗിക്കണമെന്ന് എയർലൈൻ നിർദ്ദേശം നൽകി. കുവൈത്ത് എയർവേസ് കൂടുതൽ സർവീസുകൾ പുനരാരംഭിക്കുന്നു. അടുത്ത ഞായറാഴ്ച മുതൽ ടെർമിനൽ 4 നിന്ന് 13 പുതിയ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള സർവീസ് ആരംഭിക്കും. ഇതോടെ മൊത്തം സർവീസ് നടത്തുന്ന ലക്ഷ്യസ്ഥാനങ്ങളുടെ എണ്ണം 29 ഉയരും. സുരക്ഷയും സേവന നിലവാരവും ഉറപ്പാക്കുന്ന പദ്ധതികളോടെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അധികൃതർ അറിയിച്ചു. സർവീസുകളുടെ പുനരാരംഭ ഘട്ടമായാണ് എയർലൈൻ നടക്കുന്നതെന്ന് അറിയിച്ചു. രാജ്യത്തിന്റെ സമുദ്രാതിർത്തിക്കുള്ളിൽ മിസൈൽ, ഡ്രോൺ അവശിഷ്ടങ്ങളോ അജ്ഞാത വസ്തുക്കളോ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. കടൽ യാത്ര സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായാണ് അധികൃതരുടെ നിർദ്ദേശം. ഇത്തരം അവശിഷ്ടങ്ങൾ പൊതുജനങ്ങൾക്ക് ഭീഷണിയാകുന്ന അപകടകരമായ വസ്തുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവ ഒരു കാരണവശാലും സ്വന്തം നിലയ്ക്ക് കൈകാര്യം ചെയ്യരുത്. ഇവ നീക്കം ചെയ്യാനും പരിശോധിക്കാനും ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റികൾക്ക് മാത്രമേ അനുവാദമുള്ളൂ എന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സൗദിയിൽ തൊഴിൽ കരാറുകളുടെ ഡിജിറ്റലൈസേഷൻ പദ്ധതി പൂർത്തീകരണത്തിലേക്ക്. കിവയിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളുടെ എണ്ണം 2 ദശലക്ഷം പിന്നിട്ടു. തൊഴിൽ കരാറുകൾ 1,20,00,000 പിന്നിട്ടതായി കണക്കുകൾ. കിഫ പ്ലാറ്റ്ഫോം വഴി തൊഴിൽ സ്ഥാപനങ്ങളെയും തൊഴിലാളികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കരാറുകളുടെ ഡിജിറ്റൽ വൽക്കരണമാണ് അതിവേഗത്തിൽ പുരോഗമിക്കുന്നത്.
രാജ്യത്ത് പരിഷ്കരിച്ച തൊഴിൽ നിയമങ്ങളുടെ ഭാഗമായി തൊഴിൽ കരാർ നിർബന്ധമാക്കിയതോടെയാണ് നടപടിക്ക് തുടക്കമായത്. ഈ വർഷം ആദ്യപാദം പിന്നിടുമ്പോൾ കിവ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളുടെ എണ്ണം 2 ദശലക്ഷം പിന്നിട്ടു. തൊഴിൽ കരാറുകൾ 1,20,00,000 പിന്നിട്ടതായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പുറത്തിറക്കിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു. കരാറുകളുടെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് മന്ത്രാലയം നൽകിയ ആദ്യഘട്ട സമയം ഏപ്രിൽ 30 അവസാനിച്ചു. ഇക്കാലയളവിൽ 85% പൂർണ്ണത കൈവരിക്കാനായിരുന്നു നിർദ്ദേശം. ജൂണോടുകൂടി നിരക്ക് 90% ഉയർത്തുവാനും മന്ത്രാലയം പദ്ധതിയിടുന്നുണ്ട്. തൊഴിൽ വിപണിയിൽ സുതാര്യത മെച്ചപ്പെടുത്തുകയും തൊഴിലുടമകളുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. കുവൈത്തിൽ നിയന്ത്രിത മേഖലകളിലെ തൊഴിലാളികളുടെ വിസ മാറ്റത്തിന് അനുമതി നൽകി. മെയ് 1 മുതൽ ജൂൺ 30 വരെയാണ് ട്രാൻസ്ഫർ വിൻഡോ പ്രാബല്യത്തിൽ വരിക. പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറാണ് തീരുമാനം നേരത്തെ പ്രഖ്യാപിച്ചത്. അഷൽ സേവന പ്ലാറ്റ്ഫോം വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ട്രാൻസ്ഫറിന് നിലവിലെ തൊഴിലുടമയുടെ അനുമതി നിർബന്ധമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഉൾപ്പെടെ വ്യവസായം, കൃഷി, മത്സ്യബന്ധനം തുടങ്ങിയ മേഖലകൾക്ക് തീരുമാനം ബാധകമാണ്. തൊഴിലാളികളുടെ മൊബിലിറ്റി വർദ്ധിപ്പിക്കുകയും തൊഴിൽ വിപണികൾ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. ഖത്തറിലെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തിൽ വൻ വളർച്ച. കഴിഞ്ഞ വർഷം 10,000-ഓളം വിദേശ കമ്പനികൾ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തതായി അധികൃതർ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ ഏറ്റവും മികച്ച ബിസിനസ് കേന്ദ്രമായി ഖത്തറിനെ അടയാളപ്പെടുത്തുന്നതാണ് കണക്കുകൾ. ഔദ്യോഗിക രജിസ്ട്രേഷൻ വിവരങ്ങൾ പ്രകാരം 2025 വർഷത്തിൽ 14,500-ലേറെ വിദേശ കമ്പനികളാണ് ഖത്തറിൽ രജിസ്റ്റർ ചെയ്തത്. മുൻ വർഷത്തേതിനെ അപേക്ഷിച്ച് രജിസ്ട്രേഷനിൽ രേഖപ്പെടുത്തിയത് 600% വർധന. വിദേശികൾക്ക് 100% ഉടമസ്ഥാവകാശം, ഫ്രീ സോണുകളിലെ നികുതി ഇളവുകൾ, മികച്ച അടിസ്ഥാന സൗകര്യം തുടങ്ങിയവയാണ് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ കാരണമായത്. പൊതു സ്വകാര്യ ബിസിനസ് മേഖലയിൽ ഗ്ലോബൽ ഫിനാൻഷ്യൽ സെൻറ്റേഴ്സ് ഇൻഡെക്സ് പ്രകാരം മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക റീജിയനിൽ 3ാമതാണ് ഖത്തർ. കഴിഞ്ഞ വർഷത്തിൻ്റെ 3ാം പാദത്തിൽ രാജ്യത്തെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം 15,700 കോടി റിയാലാണ്. മുൻവർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 7% വർധനയാണ് മേഖലയിൽ രേഖപ്പെടുത്തിയത്. മൈനിങ്, ധന, ഇൻഷുറൻസ് സേവനങ്ങൾ, നിർമ്മാണം, പ്രൊഫഷണൽ ടെക്നിക്കൽ പ്രവർത്തനങ്ങൾ, പൊതുഭരണം എന്നീ മേഖലകളാണ് കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിച്ചത്. രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയിൽ അന്താരാഷ്ട്ര നിക്ഷേപകരുടെ വിശ്വാസം വർദ്ധിച്ചു എന്ന് തെളിയിക്കുന്നതാണ് ഖത്തർ പ്ലാനിംഗ് കൗൺസിൽ ഈയിടെ പങ്കുവച്ച കണക്കുകൾ. മീഡിയ 1, ദോഹ. ദുബൈയിൽ മാധ്യമപ്രവർത്തനം നിയന്ത്രിക്കാൻ പുതിയ നിയമ സംവിധാനങ്ങൾ വരുന്നു. ദുബൈ മീഡിയ റെഗുലേറ്ററി ഓഫീസ് എന്ന പുതിയ സംവിധാനത്തിന് കീഴിൽ മാധ്യമ സ്ഥാപനങ്ങളെ പൂർണ്ണമായും നിയമവിധേയമാക്കാൻ നടപടികൾ ആരംഭിച്ചതായി റെഗുലേറ്ററി ഓഫീസ് CEO റാഷിദ് അൽമരി പറഞ്ഞു. ദുബൈ മീഡിയ ഓഫീസിന്റെയും ദുബൈ പ്രസ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ പ്രതിസന്ധി കാലത്തെ മാധ്യമ മാനേജ്മെന്റ് എന്ന പേരിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ സംസാരിക്കവെയാണ് മാധ്യമ സ്ഥാപനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും പുതിയ നിയമ സംവിധാനങ്ങൾ വരുമെന്ന് അധികൃതർ അറിയിച്ചത്. ദുബൈയിൽ മാധ്യമ പ്രവർത്തനം കൂടുതൽ പ്രൊഫഷണലാക്കാനും മാധ്യമ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത് കൂടുതൽ എളുപ്പമാക്കാനും പുതിയ സംവിധാനം ലക്ഷ്യമിടുന്നു. ദുബൈ മീഡിയ റെഗുലേറ്ററി ഓഫീസ് അതിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങളിലാണെന്നും CEO പറഞ്ഞു. So the Media Regulatory Office, we're still in the initial stages of setting things up. But we're looking to have a full one-stop shop for all media companies, content creators, influencers to be able to come and have all the services that they need done swiftly and quickly to enable them to do all of their media work easily in Dubai. ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ചില പോസ്റ്റുകൾ ക്രിമിനൽ കുറ്റമായി മാറാനും സാധ്യതയുണ്ടെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. The message from the public is to always rely on information from the official sources. Don't put yourself in a situation where you're spreading rumors and false information unnecessary. Just rely on the official sources and don't be part of the problem. ശില്പശാലയിൽ സംഘർഷകാലത്ത് ദുബൈ ഗവൺമെന്റ് മീഡിയ ഓഫീസ് നടത്തിയ പ്രവർത്തനങ്ങൾ, കൈമാറിയ ആധികാരിക വിവരങ്ങൾ, വ്യാജ വാർത്തകൾക്കെതിരെ സ്വീകരിച്ച നടപടികൾ എന്നിവ സംബന്ധിച്ച് ദുബൈ ഗവൺമെന്റ് മീഡിയ ഓഫീസ് സ്ട്രാറ്റജിക് മീഡിയ റിലേഷൻസ് ഡയറക്ടർ ഹിന്ദ് ഫക്രി സംസാരിച്ചു. ഇന്ത്യയിലെ അടക്കം മാധ്യമങ്ങളുമായി സഹകരണം മെച്ചപ്പെടുത്താനും ബോധവൽക്കരണം ശക്തമാക്കാനും മാധ്യമപ്രവർത്തകർക്കായി കൂടുതൽ ശില്പശാലകൾ സംഘടിപ്പിക്കുമെന്നും അധികൃതർ പറഞ്ഞു. മീഡിയ 1, ദുബായ്.
ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ നില മെച്ചപ്പെടുത്തിയ ഒമാൻ. റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഒമാൻ 7ാം സ്ഥാനം കടന്ന് 127ാം റാങ്കിലെത്തിയത്. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ അറബ് രാജ്യങ്ങളുടെ പട്ടികയിൽ 4ാം സ്ഥാനത്താണ് ഒമാൻ. മൗറിത്താനിയ, ഖത്തർ, ലബനൻ തുടങ്ങിയവയാണ് ഒമാന് മുന്നിലുള്ള മറ്റു രാജ്യങ്ങൾ. മാധ്യമപ്രവർത്തനത്തിനുള്ള സുതാര്യതയും സ്വാതന്ത്ര്യവും വർദ്ധിപ്പിക്കുന്നതിൽ ഒമാൻ സ്വീകരിച്ച നടപടികൾ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് ഈ മുന്നേറ്റം. ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കുകളിലും കോസ്മെറ്റിക് സെന്ററുകളിലും പരിശോധന ശക്തമാക്കി സൗദി അറേബ്യ. മേഖലയിലെ നിയമലംഘനങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ. മുടി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനും ആരോഗ്യ സേവനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന്റെയും ഭാഗമായാണ് പരിശോധന. ഡെർമറ്റോളജി സെന്ററുകൾ, ഡേ സർജറി സെന്ററുകൾ തുടങ്ങിയ മേഖലകളിലാണ് പരിശോധന ശക്തമാക്കിയത്. മെഡിക്കൽ ഉപകരണങ്ങളുടെ സജ്ജീകരണം, ഓപ്പറേഷൻ തിയേറ്ററുകളിലെ അണുബാധ നിയന്ത്രണ സംവിധാനങ്ങൾ, സേവനം നൽകുന്നവരുടെ യോഗ്യത തുടങ്ങിയവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. മുടിമാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നിയമവിധേയമായ ഡോക്ടർമാർ തന്നെ നിർവഹിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും. ചികിത്സ തേടുന്നതിന് മുൻപായി ഡോക്ടറുടെ ലൈസൻസും പ്രൊഫഷണൽ യോഗ്യതയും രോഗികൾ നേരിട്ട് പരിശോധിച്ച് ബോധ്യപ്പെടണമെന്നും മന്ത്രാലയം ഓർമ്മപ്പെടുത്തി. നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ 1 ലക്ഷം റിയാൽ വരെ പിഴ, സ്ഥാപനം അടച്ചുപൂട്ടൽ എന്നിവ നേരിടേണ്ടി വരും. നിലവിൽ അനധികൃതമായി രാജ്യത്ത് ഇത്തരം സ്ഥാപനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെ ഇത്തരം സേവനങ്ങൾ നൽകുന്ന വിദേശികളടക്കമുള്ള ആളുകളുമുണ്ട്. യോഗ്യതയില്ലാത്ത ഇത്തരം ആളുകളെ കണ്ടെത്തലും പരിശോധനയുടെ ലക്ഷ്യമാണ്. പിടിക്കപ്പെട്ടാൽ 6 മാസം വരെ തടവും ശിക്ഷയും ലഭിക്കും. ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നവർ 937 എന്ന നമ്പറിൽ മന്ത്രാലയത്തെ അറിയിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. മസ്കത്ത് ഗവർണറേറ്റിൽ പ്രത്യേക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖല സ്ഥാപിക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ച സുൽത്താൻ ഹൈതം ബിൻ താരിഖ്. ഒമാനെ ആഗോള ടെക് ഭൂപടത്തിൽ മുൻനിരയിലെത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് നീക്കം. മസ്കത്തിലെ ഗവർണറേറ്റിലെ പ്രത്യേകമായി നിശ്ചയിച്ച ഭൂപ്രദേശത്തായിരിക്കും AI സ്പെഷ്യൽ സോൺ നിലവിൽ വരിക. ആധുനിക സാങ്കേതിക വിദ്യകൾക്കും IT അധിഷ്ഠിത വ്യവസായങ്ങൾക്കുമായി ഒരു പ്രത്യേക സാമ്പത്തിക മേഖല എന്നതാണ് ലക്ഷ്യം. ഗതാഗത, വാർത്താവിനിമയ, വിവര സാങ്കേതിക മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച പൊതു സാമ്പത്തിക മേഖല അതോറിറ്റിയായിരിക്കും പുതിയ സോണിന്റെ നടത്തിപ്പ് ചുമതല. സ്പെഷ്യൽ സോണിന്റെ പ്രവർത്തനം, വികസനം, മാനേജ്മെന്റ് എന്നിവയ്ക്കായി പ്രത്യേക ഏജൻസിയെ നിയമിക്കാനും രാജകൽപ്പനയിൽ നിർദ്ദേശമുണ്ട്. പ്രവാസികൾക്ക് ഏറ്റവും അനുയോജ്യമായ ടാക്സ് ഫ്രീ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച് ഖത്തർ. ആഗോള പ്രവാസി ഇൻഷുറൻസ് സ്ഥാപനമായ വില്യം റസൽ പുറത്തിറക്കിയ പട്ടികയിൽ 6ാം സ്ഥാനമാണ് ഖത്തറിൻ്റേത്. താമസ സൗകര്യം, ശരാശരി മാസ വരുമാനം, യൂട്ടിലിറ്റി ബില്ലുകൾ തുടങ്ങിയവ കണക്കിലെടുത്താണ് റാങ്കിംഗ് തയ്യാറാക്കിയിട്ടുള്ളത്. മൗറീഷ്യസാണ് പട്ടികയിൽ 1ാം സ്ഥാനത്ത്. ഗൾഫിൽ നിന്ന് ബഹ്റൈനും UAEയും പട്ടികയിൽ ഇടം പിടിച്ചു. ബഹ്റൈൻ 3ാമതും UAE 7ാമതുമാണ്. വികലാംഗരുടെ സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ കുവൈത്ത് നടപടി ശക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട സംയുക്ത യോഗം പബ്ലിക് അതോറിറ്റി ഫോർ പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസിന്റെ നേതൃത്വത്തിൽ നടന്നു. സിവിൽ സർവീസ് കമ്മീഷനും മറ്റും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. വികലാംഗരെ പിന്തുണയ്ക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനുമുള്ള നടപടികൾ ചർച്ച ചെയ്തു. കേൾവി വൈകല്യമുള്ളവർക്കായി ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളും പരിഗണിച്ചതായി അധികൃതർ അറിയിച്ചു. വാട്ടർ റീചാർജ് കാർഡുകൾ അനധികൃതമായി വിറ്റതിന് കുവൈത്തിൽ 3 പേർ അറസ്റ്റിലായത് ഏഷ്യൻ പൗരന്മാരാണെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. രഹസ്യാന്വേഷണത്തെ തുടർന്നുള്ള പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത്. 250 വാട്ടർ കാർഡുകളും സാമ്പത്തിക രേഖകളും പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തു. സർക്കാർ സബ്സിഡിയോടെ ലഭിക്കുന്ന കാർഡുകൾ അനധികൃതമായി വിൽപ്പന നടത്തിയിരുന്നതായി കണ്ടെത്തി. കേസിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുന്നതായി അധികൃതർ അറിയിച്ചു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്ന പാട്രിയറ്റ് സിനിമയ്ക്ക് ഗൾഫിൽ ഗംഭീര വരവേൽപ്പ്. 2 താരങ്ങളെയും ആരാധകർ ചേർന്ന സിനിമയുടെ റിലീസ് ആഘോഷമാക്കുകയാണ്. ദുബായ് സ്റ്റാർ ഗലേറിയ സിനിമയിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, പറയൂ വിവരങ്ങൾ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് മെഗാ താരങ്ങളായ, സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുക എന്നുള്ളത്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ, ഏകദേശം 18 വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന പാട്രിയറ്റിന് പ്രവാസികൾക്കിടയിൽ വലിയ ഒരു സ്വീകരണമാണ് ലഭിക്കുന്നത്. ആദ്യ ഫാൻസ് ഷോ അല്പസമയത്തിനകം നടക്കും. ഇവിടെ ഇപ്പോൾ നമ്മളുള്ളത് ദേരയിലെ
സ്റ്റാർ ഗലേറിയ തിയേറ്ററിലാണ്. ഇവിടെ മമ്മൂട്ടിയുടെയും അതേപോലെ തന്നെ മോഹൻലാലിൻ്റെയും താര സംഘടനകൾ ഒരുക്കുന്ന ആദ്യ ഫാൻസ് ഷോ ആണ് ഇവിടെ ഉള്ളത്. എന്തൊക്കെയാണ് സിനിമയുടെ പ്രതീക്ഷകളെന്ന് നമുക്ക് ഓരോരുത്തരോടായി ചോദിക്കാം. എന്തൊക്കെയാണ് പാട്രിയറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ? നല്ല പ്രതീക്ഷയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫാൻ ഷോ ഇവിടുത്തെ നടത്തുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷയും ഈ ഒന്നിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു കോൺഫിഡൻസും സന്തോഷവും എല്ലാം ഉണ്ട്. നിങ്ങളിപ്പോൾ മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും ഒന്നിച്ചിട്ടാണല്ലോ ഈ ആഘോഷമൊക്കെ നടത്തുന്നത്. എന്തൊക്കെയാണ് ആഘോഷ പരിപാടികൾ? ആഘോഷ പരിപാടി ഒരു നമ്മള് ചണ്ടമേളം തുടങ്ങി, പിന്നെ ഇതുവരെ കണ്ടല്ല ആഘോഷങ്ങളാണ്. എന്നത്തോടും ഞാൻ പോകുന്നുള്ളൂ ആഘോഷം. 18 വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിനും ഒരുമിച്ച് ഒരു പടം പറഞ്ഞത്. അപ്പൊ രണ്ട് ഫാൻസും കൂടി ആഘോഷിക്കാനുള്ള ഒരു സമയമാണത്. ഇവിടെ എത്തുന്നവർക്കൊക്കെ സമ്മാനങ്ങളൊക്കെ ഉണ്ട്. സീറ്റിനടിയിൽ സമ്മാനങ്ങളൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ഈ ആഘോഷം ഒരുക്കുന്നത്. സർപ്രൈസ് ആയിട്ട് സമ്മാനങ്ങൾ വെച്ചിട്ടുണ്ട്. അവർക്ക് തന്നെ അത് ആർക്കും അറിയില്ല എവിടെയായിരിക്കും, സീറ്റിന്റെ അടിയിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ നാട്ടിൽ നിന്നുള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? ആദ്യത്തെ ഷോ ഒക്കെ കഴിഞ്ഞു നാട്ടിൽ നിന്ന് നല്ല റെസ്പോൺസാണ്. പടം അവിടെ സൂപ്പർ ഹിറ്റാണ്. ഇത് ഞങ്ങളുടെ ഫാൻ ഷോ ഇപ്പോൾ ഹാപ്പനിങ്. മമ്മൂട്ടി ദുബൈയിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ എല്ലാവരുടെയും ഒരു പ്രതീക്ഷ മമ്മൂട്ടി കൂടി ഈ ആഘോഷങ്ങളിൽ പങ്കുചേരുമോ എന്നുള്ളൊരു ചോദ്യം പലരുടെ ഭാഗത്തു നിന്നുണ്ട്. അങ്ങനെ പ്രതീക്ഷ ഉണ്ടോ? തീർച്ചയായും മമ്മൂക്ക ഞങ്ങൾ ഈ ഷോയുടെ കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ നിലവിലിപ്പോൾ ഈ ഷോക്ക് എത്തിച്ചേരുകയാണെങ്കിൽ നമ്മുടെ മമ്മൂക്കാനെ ഉൾക്കൊള്ളാനുള്ള ഒരു സാഹചര്യം, സെക്യൂരിറ്റി സിസ്റ്റം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും അതുകൊണ്ട് വരാൻ സാധിച്ചില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ തീർച്ചയായും ഞങ്ങളോട് ഒരു ഓൾ ദ ബെസ്റ്റ് വിഷസ് അറിയിച്ചിട്ടുണ്ട്. ചിലപ്പോൾ സർപ്രൈസ് ആയിട്ട് നാളെ ഞങ്ങൾ മമ്മൂക്കായി മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സർപ്രൈസ് ആയിട്ട് ചിലപ്പോൾ മമ്മൂട്ടി ഏതെങ്കിലും തിയേറ്ററിൽ എത്താൻ സാധ്യതയുണ്ട് ദുബൈയിൽ. തീർച്ചയായും നാളെ ഞങ്ങൾ ഒരുമിച്ചൊരു വേറൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഇതിനിടയ്ക്ക് ഇന്റർവെല്ലിൽ ചിലപ്പോൾ ഒരാൾ വരാൻ സാധ്യതയുണ്ട്. ഈ തിയേറ്റർ നിറഞ്ഞ് കവിഞ്ഞു കഴിഞ്ഞു. ഇവിടെ പ്രേക്ഷകരെല്ലാം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആദ്യ ഫാൻസ് ഷോയ്ക്കായിട്ട് എത്തിയിട്ടുള്ളവരാണ് ഇവർ. എന്തായാലും പാട്രിയറ്റ് ഇതിൻ്റെ മധുരങ്ങളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പാട്രിയറ്റ് വലിയൊരു വിജയമാകുമെന്ന പ്രതീക്ഷയിലാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ആരാധകർ. യാസർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ വൺ, ദുബായ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും റെക്കോർഡ് താഴ്ചയിലേക്ക് പതിച്ചതോടെ ഒമാനി റിയാലിന് ഏറ്റവും ഉയർന്ന വിനിമയ നിരക്ക്. ഒരു ഒമാനി റിയാലിന് 246.50 രൂപയാണ് ഇന്ന് ഒമാനിലെ ധനവിനിമയ സ്ഥാപനങ്ങൾ നൽകിയത്. ആഗോള സാമ്പത്തിക വിപണിയിലെ അസ്ഥിരതയും രാജ്യാന്തര വിപണിയിൽ അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിച്ചതുമാണ് രൂപയുടെ മൂല്യം കുറയാൻ പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ തുടർന്ന് രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചു. എണ്ണ ഇറക്കുമതിക്കായി ഇന്ത്യയ്ക്ക് കൂടുതൽ ഡോളർ ചെലവാക്കേണ്ടി വരുന്നതാണ് രൂപയുടെ മൂല്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപകർ വൻതോതിൽ പണം പിൻവലിക്കുന്നതും രൂപയുടെ ഡിമാൻഡ് കുറയാൻ കാരണമായി. ഹജ്ജിനെത്തിയ സംസ്ഥാനത്തെ ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലുള്ള ആദ്യ സംഘം തീർത്ഥാടകർ ഉംറ കർമ്മം പൂർത്തിയാക്കി. ജിദ്ദ വിമാനത്താവളത്തിലെത്തുന്ന ഹാജിമാർ ബസ് മാർഗമാണ് മക്കയിലെത്തുന്നത്. മക്കയിലെത്തിയ ഹാജിമാർ ഹറമിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയിലും പങ്കെടുത്തു. ഇന്നലെ എത്തിയ ആദ്യ സംഘം തീർത്ഥാടകരാണ് ഇന്ന് പുലർച്ചെ ഹറമിലെത്തി ഉംറ കർമ്മം പൂർത്തിയാക്കിയത്. നാട്ടിൽ നിന്നെത്തിയ സംസ്ഥാന ഹജ്ജ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ തീർത്ഥാടകർ ഹറമിലെത്തി. വെള്ളിയാഴ്ച ആയതിനാൽ ഭൂരിഭാഗം ഹാജിമാരും ജുമായിൽ പങ്കെടുത്താണ് ഹറമിൽ നിന്നും മടങ്ങിയത്. ഇന്ന് വെളുപ്പിനെ ഒരു 4 മണിക്ക് ഇവിടുന്ന് പോവുകയും സുബൈ നമസ്കാരത്തിന് ശേഷം സുബൈല ജമാഅത്തിലൂടെ പങ്കെടുക്കാനും സാധിച്ച് അൽഹംദുലില്ലാഹ് ഖൈറായിരുന്നു. അതിൽ പങ്കെടുത്തതിന് ശേഷം ഉംറയുടെ തവാഫും കഴിഞ്ഞ് സഅയും കഴിഞ്ഞ് 7:30 മണിയോടുകൂടിയെല്ലാം ഉംറയിൽ നിന്നും വിരമിച്ച് ഹറമിലേക്ക് പോകാൻ തീർത്ഥാടകർക്ക് ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഒരുക്കിയ ബസ് സർവീസ് ഉണ്ട്. 200 ഹാജിമാർക്ക് ഒരു ബസ് എന്ന തോതിൽ 24 മണിക്കൂറും ബസ് സർവീസ് നടത്തും. തവാഫൊക്കെ സുഖമായിട്ട് ചെയ്തു. സൈലൊരു കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു. കാരണം വൈഫ് കൂടെ ഉണ്ട്. വൈഫിന് ഇത്തിരി ഇതാണുള്ളതാണ്. അപ്പോൾ പുള്ളിക്കാരി ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് അങ്ങനെ ഒന്നുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അൽഹംദുലില്ലാഹ് എല്ലാം പ്രാർത്ഥന. കൊച്ചിയിൽ നിന്നുള്ള രണ്ടാമത്തെ വിമാനവും ഇന്ന് ഉച്ചയോടെ ജിദ്ദയിലെത്തി. 430 തീർത്ഥാടകരാണ് എത്തിയത്. കൊച്ചിയിൽ നിന്നുള്ള രണ്ടാമത്തെ വിമാനവും അല്പസമയം മുമ്പ് പുറപ്പെട്ടു. ആൺതുണയില്ലാതെ എത്തുന്ന തീർത്ഥാടകരാണ് വിമാനത്തിലുള്ളത്. നാളെ 3 വിമാനങ്ങളിൽ തീർത്ഥാടകരെത്തും. ഉംറ കർമ്മങ്ങൾ പൂർത്തിയാക്കുന്ന ഹാജിമാർ ഹജ്ജൊരുക്കങ്ങളുമായി മക്കയിൽ കഴിയും. മക്കയിൽ നിന്നും സാബിത് സലീം, മീഡിയ വൺ.
മക്കയിലെത്തിയ ഹാജിമാർക്ക് ഊഷ്മള സ്വീകരണം ഒരുക്കിയ മലയാളി സന്നദ്ധ പ്രവർത്തകർ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് വോളണ്ടിയർമാരെത്തി മക്കയിലെ താമസ സ്ഥലത്താണ് സ്വീകരണം നൽകിയത്. അപ്രതീക്ഷിതമായി ലഭിച്ച സ്വീകരണത്തിൽ സംതൃപ്തരാണ് മലയാളി ഹാജിമാരും. ഹാജിമാരെത്തുന്നതിന് മുമ്പേ നിറഞ്ഞിരുന്നു അസീസിയിലെ താമസ കേന്ദ്രം. അള്ളാഹുവിന്റെ അതിഥികളെത്തിയതോടെ ഗാനമാലപിച്ച് ഹാജിമാരെ സ്വീകരിച്ചു. ഫ്രൂട്ട്സ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, കഞ്ഞിയടക്കമുള്ള ഭക്ഷണം നൽകിയിട്ടാണ് KMCC ഹാജിമാരെ സ്വീകരിക്കുന്നത്. ഹാജിമാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ KMCCയുടെ വോളണ്ടിയർമാർ ഇന്നു മുതൽ പ്രവർത്തന സജ്ജരാണ്. ആദ്യ ഹാജി കഴിഞ്ഞ 18-ാം തീയതി മദീനയിൽ ഇറങ്ങിയത് മുതൽ KMCCയുടെ സൗദി KMCC കീഴിലുള്ള വോളണ്ടിയർമാർ മദീനയിലും ജിദ്ദയിലും പരിശുദ്ധ മക്കയിലും സേവന നിരതരായി ഹാജിമാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. കേരളത്തിലെ വിവിധ രാഷ്ട്രീയ മതസംഘടനകളുടെ മാതൃസംഘടനകളാണ് സ്വീകരണത്തിനെത്തിയത്. ഇവിടെ കാണുന്നത് പോലെ നിരവധി നൂറുകണക്കിന് പ്രവർത്തകർ അസീസയിലും മക്കയുടെ വിവിധ പ്രാന്തപ്രദേശങ്ങളിലും സെക്ടറുകളാക്കി തിരിച്ചുകൊണ്ട് ഓരോ ക്യാപ്റ്റന്മാരുടെ കീഴിലിറങ്ങുന്നുണ്ട്. ICFRCക്ക് കീഴിൽ മെഡിക്കൽ വിങ്, അതുപോലെ വീൽചെയർ വിങ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഹാജിമാരെ വരവേറ്റു. ഹാജിമാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അവർക്ക് വീൽചെയർ ആവശ്യമുള്ളവർക്ക് വീൽചെയറുകൾ എത്തിക്കും. പിന്നെ അവർക്ക് ഭക്ഷണം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഭക്ഷണം കൊടുക്കും. ഹോസ്പിറ്റൽ കേസ് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകും. ഹാജിമാർക്ക് വിവിധ സേവനങ്ങളാണ് വളണ്ടിയർമാർ നൽകുന്നത്. മക്ക OICC സജീവമായി ഹാജിമാരുടെ സേവനത്തിന് വേണ്ടി സന്നദ്ധരാണ്. പ്രത്യേകമായി രൂപീകരിച്ച മെഡിക്കൽ വിങ്ങും അതുപോലെ തന്നെ വോളണ്ടിയർ കോറും ഒക്കെ വളരെ വിപുലമായ രീതിയിൽ മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും മക്കയിൽ ഹാജിമാരുടെ സേവനത്തിനുണ്ടാകും. വ്യത്യസ്ത സേവനങ്ങളുമായി വരും ദിവസങ്ങളിലും സജീവമാകും. ശക്തമായ നിയന്ത്രണങ്ങളുണ്ടെങ്കിലും നിയമങ്ങൾ പാലിച്ചാണ് സന്നദ്ധ പ്രവർത്തകർ സേവനത്തിനിറങ്ങുന്നത്. മക്കയിൽ നിന്നും സാബിത് സലീം, മീഡിയ 1. ബഹ്റൈൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറം BMDF പുതിയ ഭാരവാഹികളെയും പ്രവർത്തക സമിതിയെയും തെരഞ്ഞെടുത്തു. റംഷാദ് ഐലക്കാടിനെ പുതിയ പ്രസിഡന്റായും ഷമീർ പൊട്ടച്ചോലയെ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. മൻഷീർ കൊണ്ടോട്ടി ഓർഗനൈസിംഗ് സെക്രട്ടറിയായും അലി അഷ്റഫ് ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തിൽ 200 ജോലിക്കാരെ ആദരിച്ച് ഖത്തർ മുനിസിപ്പാലിറ്റി മന്ത്രാലയം. മുനിസിപ്പാലിറ്റി വകുപ്പ് മന്ത്രി അബ്ദുള്ള ബിൻ ഹമദ് അൽ അത്തിയ, മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അലി ബിൻ മുഹമ്മദ് അൽ അലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാഷ്ട്ര നിർമ്മാണത്തിലും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിലും തൊഴിലാളികൾ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണെന്ന് മന്ത്രി പറഞ്ഞു. തൊഴിലാളികൾക്കായി ഖത്തർ റെഡ് ക്രസന്റുമായി സഹകരിച്ച് മെഡിക്കൽ പരിശോധനയും പരിശീലനവും ഒരുക്കിയിരുന്നു. അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് ജീവനക്കാർക്ക് സൗജന്യമായി ജിം സൗകര്യമൊരുക്കി UAEയിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ നെസ്റ്റോ ഹെഡ്ക്വാർട്ടേഴ്സിലെ 700-ലധികം വരുന്ന തൊഴിലാളികൾക്കാണ് ജിം സൗകര്യം ഉപയോഗപ്പെടുത്താൻ പറ്റുക. ജീവനക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UAEയിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ നെസ്റ്റോ ജീവനക്കാർക്കായി ജിം ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ ഒരുക്കിയ ജിംനേഷ്യം അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് മെച്ചപ്പെട്ട സൗകര്യത്തോടെ വിപുലീകരിച്ചിരിക്കുകയാണ്. നെസ്റ്റോ അവരുടെ എംപ്ലോയീസിൻ്റെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ജിം ഫെസിലിറ്റീസ് എംപ്ലോയീസിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് തന്നെ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ജീവനക്കാർക്ക് തങ്ങളുടെ ജോലി സമയം കഴിഞ്ഞാൽ ജിമ്മിലെത്തി വർക്കൌട്ട് ആരംഭിക്കാം. ഇത്തരമൊരു സംവിധാനം ജോലി സ്ഥലത്ത് തന്നെയുള്ളത് തികച്ചും സഹായകരമാണെന്നാണ് ജീവനക്കാരുടെ അഭിപ്രായം. ശരീരത്തിന് മാത്രമല്ല മാനസികാരോഗ്യത്തിനും സമ്മർദ്ദം കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കുന്നുവെന്നവർ അഭിപ്രായപ്പെട്ടു. അതുപോലെ നല്ലൊരു ഇനിഷ്യേറ്റീവ് തന്നെയാണ്. ഞങ്ങൾക്ക് ആഫ്റ്റർ അവേഴ്സ് വരാം. ഇവിടെ ഒരു താരതമ്യമൊന്നുമില്ല. ഞങ്ങൾ അപ്പർ മാനേജ്മെൻറ്റും ഉണ്ട്, ലോവർ മാനേജർ എല്ലാവരും ഒരേപോലെ തന്നെ എല്ലാവരും വർക്ക് ചെയ്ത് ഷെയർ ചെയ്യും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് എൻ്റർടൈനിങ്ങും ആണ്, നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാനും ഇവിടെ നമുക്ക് അതുപോലെ തന്നെ സ്പോർട്സ് ഡേ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം ട്രെയിനിങ്ങും എല്ലാം ആയിട്ട് പിന്നെ ഒരു ജോളി വൈബായിട്ട് പോവാം. തീർച്ചയായിട്ടും ഹെൽപ്ഫുള്ളാണ്. മെൻ്റലിയും ഫിസിക്കലും ഉണ്ട്. പിന്നെ നമ്മുടെ ടൈമിനനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള വന്നിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ ഒരു ട്രെയിനറുണ്ട്. ആളും നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് കുറെ ഗുണങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെസ് റിലീഫ് കിട്ടും ഉണ്ടാവുന്നതാണ്. മീഡിയ 1 ദുബായ്. സൗദിയിലെ ദമാമിൽ ബാസ്കറ്റ്ബോൾ കളിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ച +2 വിദ്യാർത്ഥിയുടെ മൃതദേഹം കബറടക്കി. അൽകൊബാർ കിങ് ഫഹദ് മസ്ജിദിൽ മയ്യത്ത് നമസ്കരിച്ച ശേഷം തുഗൂബ ഖബർസ്ഥാനിൽ കബറടക്കം നടന്നു. ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് ദമാം അൽമുന ഇന്റർനാഷണൽ സ്കൂളിലെ +2 വിദ്യാർത്ഥി കർണാടക മോഡ്ബിദ്രി സ്വദേശി മുഹമ്മദ് റയാൻ കുഴഞ്ഞു വീണ് മരിച്ചത്. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടക്കുന്ന CBSE സ്കൂൾ സോൺ
തല മത്സരത്തിൽ ബാസ്കറ്റ്ബോൾ കളിച്ചുകൊണ്ടിരിക്കെയാണ് കുഴഞ്ഞു വീണത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. പെട്ടെന്നുണ്ടായ ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. മുഹമ്മദ് റിയാസിന്റെയും ഷമീന റിയാസിന്റെയും മകനാണ്. KMCC വെൽഫെയർ വിഭാഗം പ്രതിനിധികൾ നടപടികൾ പൂർത്തിയാക്കാൻ സഹകരിച്ചു. ഇന്ത്യയിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ 2026 JEE മെയിൻ രണ്ടാംഘട്ട പരീക്ഷയിൽ നേട്ടം കൈവരിച്ച് ബഹ്റൈൻ ന്യൂ മില്ലേനിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ. പരീക്ഷയിൽ സ്കൂളിലെ നിരവധി വിദ്യാർത്ഥികളാണ് മികച്ച വിജയം കരസ്ഥമാക്കിയത്. 97.08% പെർസെന്റേജ് നേടി ക്രിഷ് ദാസ് സ്കൂളിൽ ഒന്നാമതെത്തി. രോഹൻ സ്വിംഗി, ദിയ വിവേക്, അനുഷ്ക ജയദീപ് എന്നിവരും മികച്ച സ്കോറുകൾ നേടി.